ഹായ് ഡിയേഴ്സ്, വളരെ പ്രധാനപ്പെട്ട ഒരു ചിത്രമാണ് നിങ്ങളെ കാണിക്കാൻ പോകുന്നത്. 3 മാർക്കിന് പരീക്ഷ ചോദിക്കുന്ന ഒരു ചോദ്യം. ചോദ്യത്രേ ഉള്ളൂ. ഡ്രോ എ സർക്കിൾ ഓഫ് റേഡിയസ് 4 സെന്റിമീറ്റർ. അതായത് 4 സെന്റിമീറ്റർ ആരത്തിൽ ഒരു വൃത്തം വരയ്ക്കാനാണ് പറഞ്ഞത്. ആദ്യം തന്നെ നമുക്ക് 4 സെന്റിമീറ്റർ റേഡിയസ് എടുക്കാം. 4 സെന്റിമീറ്റർ റേഡിയസ്. എന്നിട്ട് അതേ വൃത്തം, ഇത് വേണമെങ്കിൽ ഒന്ന് സെയിം ആണ്, ഒന്ന് ചെക്ക് ചെയ്യുന്നത് നല്ലതാണ്. 4 സെന്റിമീറ്റർ റേഡിയസ്. ഓക്കെ, ഒരു സർക്കിൾ വരയ്ക്കാൻ പോവുകയാണ്. 4 സെന്റിമീറ്റർ റേഡിയസിൽ ഒരു സർക്കിൾ വരച്ചു. അടുത്തൊരു ചോദ്യം, ഈ വൃത്തത്തിൽ ഒരു ബിന്ദു അടയാളപ്പെടുത്തുക. ഈ വൃത്തത്തിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു സ്ഥലത്ത് ഒരു ബിന്ദു അടയാളപ്പെടുത്താം. എവിടെ ഒന്നൊന്നുമില്ല, എവിടെ അടയാളപ്പെടുത്താം. ബിന്ദു അടയാളപ്പെടുത്തുക. ഈ ബിന്ദുവിലൂടെ ഒരു തൊടുവര വരയ്ക്കുക. ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള സ്റ്റെപ്പാണ് ഞാൻ നിങ്ങൾക്ക് പറയുന്നത്. അപ്പോൾ ചില കുട്ടികൾ പറയും, സാറേ ഈ സ്റ്റെപ്പ് തെറ്റാണ്, അത് പ്യുവർ കൺസ്ട്രക്ഷൻ അല്ല എന്ന് പറയും. പക്ഷേ കൃത്യമായിട്ട് അന്വേഷിച്ച് വാല്യുവേഷനൊക്കെ നടത്തുന്ന ടീച്ചേഴ്സിനോട് കൃത്യമായിട്ട് പറഞ്ഞതിന് ശേഷമാണ് ഈ വീഡിയോ എടുക്കുന്നത്. സോ ഞാൻ ഈ പറയുന്ന രീതിയിൽ വരച്ചാൽ 100% നിങ്ങൾക്ക് ഫുൾ മാർക്ക് കിട്ടും, അത് ഗ്യാരണ്ടിയാണ്. ഓക്കെ, പക്ഷെ അവിടെ നിങ്ങൾ ഒരു കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി. നമുക്കറിയാം അതിൻ്റെ ഒരു സർക്കിൾ, ഈ പോയിന്റിലേക്ക് ഒരു സർക്കിൾ, ഒരു റേഡിയസ് നമുക്ക് വരക്കാം. ഒരു റേഡിയസ് എവിടേക്കും വരക്കാം കേട്ടോ, ഇഷ്ടമുള്ള സ്ഥലത്ത് റേഡിയസ് വരക്കാം. നമ്മൾ പഠിച്ചൊരു കാര്യം, ഇതിലെ കോൺസെപ്റ്റ് എന്താണെന്ന് വെച്ചാൽ ഒരു തൊടുവരയും അതോടൊപ്പം തന്നെ റേഡിയസും, ടാൻജന്റ് റേഡിയസും എപ്പോഴും പെർപെൻഡിക്കുലർ ആണ്, അഥവാ 90 ഡിഗ്രിയാണ്. അപ്പം നമുക്ക് ഇവിടെ എന്ത് എടുത്താൽ മതി, കറക്റ്റ് ഇങ്ങനെ വെച്ചിട്ട് കറക്റ്റ് ഈ വര കണ്ടോ, ഇവിടെ ഉള്ളൊരു വര ഉണ്ട് അടിയിൽ, ആ വര കറക്റ്റ് റേഡിയസിനെ തൊടുന്ന രീതിയിൽ 90 ഡിഗ്രി എടുത്തിട്ട് 2 പോയിന്റ് ഇവിടെയും ഇവിടെയും അടയാളപ്പെടുത്തി കൊടുത്തിട്ട് അതങ്ങ് ജോയിൻ ചെയ്യിപ്പിക്കുക. വളരെ സിമ്പിളായുള്ള വഴിയാണ് ഞാൻ പറയുന്നത്. അപ്പോൾ കുട്ടികൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാവേണ്ട, ഒരു പേടിയും പേടിക്കേണ്ട, ഫുൾ മാർക്ക് ഉറപ്പാണ് കേട്ടോ, അത് ഗ്യാരണ്ടിയാണ്. 90 ഡിഗ്രി. ആ ഗ്യാരണ്ടി കിട്ടണമെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട ഒരേ ഒരു കാര്യമാണ്, ഇവിടെ 90 ഡിഗ്രി എന്ന് അടയാളപ്പെടുത്തണം. ഒന്നുകിൽ 90 ഡിഗ്രി എന്ന് എഴുതുക, അല്ലെങ്കിൽ ഇത്ര എഴുതി കൊടുത്താൽ മതി, ഫുൾ മാർക്കാണ്. ഇത്രേ ഉള്ളൂ, ഫുൾ മാർക്ക്. അപ്പോൾ ഈ ചോദ്യം ചെയ്യാൻ ഇത്രേ പണിയുള്ളൂ. 2 മാർക്കിനും 3 മാർക്കിനും പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. ഓക്കെ, അടുത്തൊരു ചോദ്യത്തിലേക്ക് കിടക്കാം. ഡിയേഴ്സ്, വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് ഈ കാണുന്നത്. ഓൾമോസ്റ്റ് എല്ലാ വർഷത്തിലെ ചോദ്യ പേപ്പറിലും ഈ ചോദ്യങ്ങൾ നമ്മൾ കാണാറുണ്ട്. സോ ഈ ചോദ്യം വന്നാൽ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമേ ഉള്ളൂ. ചോദ്യം ഒന്ന് വായിച്ചു നോക്കുക. ഡ്രോ എ സർക്കിൾ ഓഫ് റേഡിയസ് 3 സെന്റിമീറ്റർ. ആരം 3 സെന്റിമീറ്റർ ആയിട്ടുള്ള ഒരു വൃത്തം വരക്കണം. ആ വൃത്തം വരക്കുന്നതിനുണ്ട് നിങ്ങൾക്ക് 1 മാർക്ക്. ഓക്കെ, അപ്പോൾ റേഡിയസ് 3 സെന്റിമീറ്റർ ആയിട്ട് വൃത്തം നമ്മൾ വളരെ സ്മൂത്ത് ആയിക്കൊണ്ട് വരക്കുന്നു. ഇത്ര വരച്ചാൽ തന്നെ നിങ്ങൾക്ക് 1 മാർക്കാണ് കേട്ടോ. ബാക്കി വരച്ചിട്ടില്ല എങ്കിൽ പോലും ഇതിന് 1 മാർക്കുണ്ട്. അടുത്തൊരു ചോദ്യം, വൃത്ത കേന്ദ്രത്തിൽ നിന്നും 6 സെന്റിമീറ്റർ അകലെ. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഈ ഒരു കറക്റ്റ് റേഡിയസ് 3 സെന്റിമീറ്റർ അടയാളപ്പെടുത്താം. ഓക്കെ, 3 സെന്റിമീറ്റർ വേണമെങ്കിൽ എഴുതിയെടുക്കാം, 3 സെന്റിമീറ്റർ. അടുത്തൊരു ചോദ്യം വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ചിലപ്പോൾ നിങ്ങളുടെ ഈ 3ന്റെ സ്ഥാനത്ത് 3.5 എന്നായിരിക്കും ചോദിക്കുക. ചിലപ്പോൾ വൃത്ത കേന്ദ്രത്തിൽ നിന്നും 6 സെന്റിമീറ്റർ അകലെ എന്നുള്ളതിന് പകരം 7 സെന്റിമീറ്റർ അകലെന്നോ അല്ലെങ്കിൽ 7.5 സെന്റിമീറ്റർ അകലെ എന്നൊക്കെ ചോദിക്കാം. അപ്പോൾ വൃത്ത കേന്ദ്രത്തിൽ നിന്നും 6 സെന്റിമീറ്റർ അകലെ എന്ന് പറഞ്ഞാൽ ഈ കേന്ദ്രം 6 സെന്റിമീറ്റർ എടുത്തിട്ട് ഇവിടെ പി എന്ന് പറയുന്ന ഒരു പോയിന്റ് അടയാളപ്പെടുത്തുക. ഇതിനെ പി എന്ന് പറയുന്ന ഒരു പോയിന്റ് അടയാളപ്പെടുത്തുക. എന്നിട്ട് അതൊന്ന് ജോയിൻ ചെയ്യിപ്പിക്കുക. ഓക്കെ, അങ്ങനെ ജോയിൻ ചെയ്യിപ്പിച്ചതിന് ശേഷം നിങ്ങളോട് ചോദിച്ച കാര്യമാണ്, ഈ ബിന്ദുവിൽ നിന്നും വൃത്തത്തിലേക്കുള്ള തൊടുവരകൾ വരക്കുക. 2 തൊടുവരകൾ ഉണ്ടാവും, ആ 2 വരക്കണം, അത് അളന്ന് എഴുതണം. അതിനുവേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് നേരത്തെ ചെയ്ത പോലെ ഈ വരയുടെ പെർപെൻഡിക്കുലർ ബൈസെക്ടർ അഥവാ ലംബസമാജി. ഇത് ടോട്ടൽ 6 സെന്റിമീറ്റർ ആയതുകൊണ്ട് കറക്റ്റ് 3 സെന്റിമീറ്ററിലായിരിക്കും അതിൻ്റെ സെൻറ്റർ ഉണ്ടാവുക. പക്ഷേ നമ്മളിപ്പോൾ തൽക്കാലത്തേക്ക് എന്ത് ചെയ്യുന്നു, നിങ്ങളെ കൃത്യമായിട്ട് പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് അതൊന്ന് കറക്റ്റായിട്ട് തന്നെ വരക്കുന്നു. ലംബസമവാജി ഓൾമോസ്റ്റ് ഇവിടേക്കാണ് വരുന്നത്. സോ നമുക്ക് 2ഉം എന്താക്കണം, കൂട്ടിമുട്ടിക്കണം. 2 അറ്റവും കൂട്ടിമുട്ടിക്കേണ്ട ക്ലാസ്സാണ്. സോ ഇത് നിങ്ങൾക്ക് ജോയിൻ ചെയ്യുന്ന സമയത്ത് കറക്റ്റ് 3 സെന്റിമീറ്റർ ആയിട്ടുള്ള ഇതിലൂടെ പോകട്ടോ. ഇനി 7 സെന്റിമീറ്റർ 7.5 എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ചിലപ്പോൾ കുറച്ച് ഇവിടേക്കൊക്കെ ആയിരിക്കും വരിക. ഇനി ആൻസർ കഴിഞ്ഞു, ഇത്രേ ഉള്ളൂ. ഇനി നിങ്ങൾ എന്ത് ചെയ്യുക, ഇതൊരു സെമി സർക്കിളായിട്ട് അല്ലെങ്കിൽ ഫുൾ വൃത്തമായിട്ട് ഇതൊന്ന് ഫില്ല് ചെയ്യുക. സെമി സർക്കിൾ വേണ്ട, ഫുൾ വൃത്തമായിക്കോട്ടെ. സോറി, ഇവിടെ കേട്ടോ, ഇവിടെ 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 സെൻറ്ററിൽ വെക്കണേ. നമ്മൾ ആ സെൻറ്ററാണ് കണ്ടുപിടിച്ചത്. സോ സെൻറ്ററിൽ വെച്ചിട്ട് അതൊരു ഫുൾ സർക്കിളാക്കി മാറ്റുക. അപ്പോൾ 7 സെൻറ്റിമീറ്റർ ആണ് ചോദിച്ചതെങ്കിൽ
കറക്റ്റ് പകുതി തന്നെ കിട്ടണമെന്നില്ല, അത് നന്നായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. നമ്മൾ ചോദിച്ചത് 6 സെൻറ്റിമീറ്റർ പകരം 7 സെൻറ്റിമീറ്റർ ആണെങ്കിൽ ഒരു ഇത്തിരി ഇങ്ങോട്ട് വരും. ഓക്കെ, സെയിം ആൻസർ തന്നെയാണ്, സെയിം മെത്തേഡാണ്. നിങ്ങൾ എന്ത് ചെയ്യുക, ഇവിടേക്കാണ് ജോയിൻ ചെയ്യിപ്പിച്ചു കൊടുക്കുക. ഈ വരക്കുന്ന ഈ വരകളാണ്, ഇത് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഒരുപാട് തവണ പരീക്ഷയ്ക്ക് വന്ന ക്വസ്റ്റ്യൻ ആണ്, 3 മാർക്കിനും 4 മാർക്കിനും. അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ എന്താക്കാം, എന്ന് കൊടുക്കാം, ഇതിനെ ബിന്ന് കൊടുക്കാം, ഇതിനെ സിന്ന് കൊടുക്കാം, ഡിന്ന് കൊടുക്കാം, നിർബന്ധമല്ല. നമ്മളോട് ചോദിച്ചിട്ടുണ്ട് ഈ വരയുടെ നീളം അളന്ന് എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്താക്കാം, കറക്റ്റ് അളവ് എന്ന് പറഞ്ഞത് ഞാനിപ്പോൾ വരച്ചതിൻ്റെ ഏകദേശം 5.3 ആണ്. നിങ്ങൾ ഇത്രയും കറക്റ്റാക്കി നിർബന്ധമൊന്നുമില്ല. സോ PC = 5.3. 2 തൊടുവരകളുടെ നീളം എന്തായിരിക്കും, നിങ്ങൾ അളക്കണം എന്നില്ല, സെയിം ആയിരിക്കും കേട്ടോ. അളക്കാതെ തന്നെ ഇത് ഉറപ്പിക്കാം. 2 തൊടുവരകളുടെ നീളം എന്താണ്, 5.3 തന്നെയാണ്. ഓക്കെ, സോ ഈ ചോദ്യം വെരി ഇമ്പോർട്ടൻ്റ് ആണ്, പഠിക്കാതെ പരീക്ഷയ്ക്ക് പോകരുത്. ആകെ മാറ്റം നിങ്ങളുടെ ചോദ്യത്തിൽ ഉണ്ടാവുക 3 സെൻറ്റിമീറ്ററിൻ്റെ സ്ഥാനത്ത് ചിലപ്പോൾ 3.5 അല്ലെ 4, 6 സെൻറ്റിമീറ്ററിൻ്റെ സ്ഥാനത്ത് 7 അല്ലെ 7.5, ആ രീതിയിലെ പരീക്ഷയ്ക്ക് വരുള്ളൂ. സോ വിഷ് യു ഓൾ ദ ബെസ്റ്റ്. വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് നിങ്ങൾ ഈ കാണുന്നത്. ഈ രീതിയിൽ തന്നെ അതേ രീതിയിൽ ഉള്ള ഒരു ചോദ്യം നിങ്ങൾ സർക്കിൾസ് അഥവാ വൃത്തങ്ങൾ കണ്ടിട്ടുണ്ടാവും, നമ്മൾ ഡിസ്കസ് ചെയ്തു. മക്കളെ, ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇതാണ്, ടച്ചിങ് ദ സർക്കിൾ, അതാ വൃത്തത്തിൽ തൊടുന്നത്. ഓക്കെ, ഒരു പക്ഷേ ഇതേ ചോദ്യം നിങ്ങൾക്ക് അന്തർവൃത്ത ആരം അഥവാ ഇൻ റേഡിയസ് എന്ന് പറഞ്ഞാലും സെയിം മെത്തേഡാണ്. ഇൻ റേഡിയസ് എന്ന് പറഞ്ഞാലും അന്തർവൃത്ത ആരം, ഇത് രണ്ടും സെയിം ആണ്. അങ്ങനെ പറഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ടത് ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്ന സെയിം മെത്തേഡാണ്. വൃത്തത്തെ തൊടുന്ന രീതിയിൽ എന്ന് പറഞ്ഞാൽ തൊടുവര സെയിം ആണ് കേട്ടോ. ഇങ്ങനെ ഒരു ചോദ്യം വന്നാൽ ഇവിടെ ഒരു കാൽക്കുലേഷൻ ഉണ്ട്. ആ കാൽക്കുലേഷൻ എന്താണെന്ന് ഞാൻ ആദ്യം കാണിച്ചു തരാം. ഇത്രേ ഉള്ളൂ. നിങ്ങൾ ഈ തന്ന 3 ആംഗിൾ ഉണ്ടല്ലോ, ചിലപ്പോൾ 2 ആംഗിൾ ആയിരിക്കും, എത്ര ആയിക്കോട്ടെ, അത് 180 നിന്നും കുറയ്ക്കുക. 180 - 50 ദാറ്റ് ഈസ് ഈക്വൽ ടു 130. 3 ആംഗിൾ കുറയ്ക്കണം. 180 - 60, 180 - 60 കുറച്ചാൽ ദാറ്റ് ഈസ് ഈക്വൽ ടു 120 ആണ്. അടുത്ത് നമ്മൾ പ്രത്യേകിച്ച് ചെയ്യണമെന്നില്ല, അല്ലാതെ തന്നെ കിട്ടും. 180 - 70 ദാറ്റ് ഈസ് ഈക്വൽ ടു 110 ഡിഗ്രി. അതായത് ഇത് സെൻട്രൽ ആംഗിൾ ആണ്. ഇനി നിങ്ങൾ വരയ്ക്കേണ്ടത് ഡ്രോ എ സർക്കിൾ ഓഫ് റേഡിയസ് 2.5 സെൻറ്റിമീറ്റർ, 2.5 സെൻറ്റിമീറ്റർ ആരമുള്ള ഒരു സർക്കിൾ വരയ്ക്കണം. 2.5 കറക്റ്റ് എടുത്തു. ചിലപ്പോൾ 3 എന്നായിരിക്കും ഉണ്ടാവുക. അപ്പോൾ നമ്മളിവിടെ 2.5 സെൻറ്റിമീറ്ററിൽ ഒരു സർക്കിൾ വരച്ചു. ഡൗട്ടുകളും കാര്യങ്ങളൊന്നുമില്ല. അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ ചെയ്തതുപോലെ ഈ 3ൻ്റെ സെൻട്രൽ ആംഗിളുകൾ വരയ്ക്കുകയാണ്. ഏതൊക്കെയാണ്, 130 ഡിഗ്രി എടുക്കണം ആദ്യം. സോ പ്രൊട്ടാക്ടർ എടുക്കുന്നു. നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു റേഡിയസ് വരയ്ക്കുക. ഈ സർക്കിളിലേക്കുള്ള ഒരു റേഡിയസ് ഇഷ്ടമുള്ള സ്ഥലത്ത് എവിടെയാലും കുഴപ്പമില്ല, റേഡിയസ് വരച്ചു. എന്നിട്ട് ഇവിടെ നിങ്ങൾ കറക്റ്റ് കുത്തിയിട്ട് ഈ ഒരു പൊസിഷനിൽ വെച്ചിട്ട് കറക്റ്റ് കേട്ടോ 130 ഡിഗ്രി, 120 കഴിഞ്ഞിട്ട് 130 ഇവിടെ വരുന്നത്, അതൊന്ന് ജോയിൻ ചെയ്യിപ്പിക്കുക. ഇത്ര ചെയ്താൽ മതി. അടുത്തത് നിങ്ങൾ എത്ര എടുക്കണം, 120 ഡിഗ്രി ഇവിടെ വെച്ചിട്ട് നിങ്ങൾ എത്ര എടുക്കുക, 120 ഡിഗ്രി, കറക്റ്റ് 120 ഡിഗ്രി. ഇപ്പോൾ 90 ഡിഗ്രി എന്നാൽ കുത്തനെ 90 ഡിഗ്രി മനസ്സിലാക്കിയതിന് ശേഷമാണ് 120. ഒരിക്കലും 120 ഇവിടെ പോയി വരച്ച് വെക്കരുത്, തെറ്റാണ്. നന്നായി ശ്രദ്ധിക്കണം. 120 എന്ന് പറഞ്ഞാൽ എപ്പോഴും നമ്മളെ കാല് ഇങ്ങനെ വൈഡാക്കി വെച്ചതിൽ കൂടുതലുണ്ടാവും. അപ്പോൾ 120 എന്ന് പറഞ്ഞാൽ ഇവിടെ വരാം. ഓക്കെ, കാരണം 90 പറഞ്ഞാൽ കുത്തനെ വരും. അപ്പോൾ നിങ്ങൾ അത് മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. പല കുട്ടികളും തെറ്റിക്കുന്ന ഒരു കാര്യമാണ് 120 അവിടെ കൊണ്ടുപോയി വരും. അപ്പോൾ കാണുമ്പോൾ തന്നെ ആ ലോജിക്ക് മനസ്സിലാക്കാം. 120. ഓക്കെ, അപ്പോൾ ഒന്ന് അടയാളപ്പെടുത്തി വെക്കാം. ഇത് 130 ആണ്. ഒരു ബെൻസിൻ്റെ ചിത്രം കേട്ടോ. ഇത് 120. മറ്റേത് അടയാളപ്പെടുത്തണമെന്നില്ല, ഓട്ടോമാറ്റിക്കലി നമ്മൾ അളക്കാതെ തന്നെ ഇത് എത്രയായിരിക്കും, 110 ആയിരിക്കും. അത് പ്രത്യേകിച്ച് അളക്കണം എന്നില്ല, ഓട്ടോമാറ്റിക്കലി അതായിരിക്കും കേട്ടോ. അടുത്തതാണ്, ഞാൻ വീണ്ടും പറയുകയാണ്, ഇത് ഞാനിപ്പോൾ വരക്കാൻ പോകുന്നത് കറക്റ്റ് മെത്തേഡാണ്. പല കുട്ടികൾക്കും സംശയം ഉണ്ടാവും, എൻ്റെ ടീച്ചർ ഇങ്ങനെയല്ല പഠിപ്പിച്ചത് എന്ന്. മക്കളെ, ഇങ്ങനെ വരച്ചാലും 100% ഉറപ്പിച്ചോ നിങ്ങൾക്ക് ഫുൾ മാർക്കാണ്. അത് നമ്മൾ വെരിഫൈ ചെയ്തതിന് ശേഷമാണ് ഈ വീഡിയോ എടുക്കുന്നത്. സോ മക്കളെ ശ്രദ്ധിച്ചോളൂ. നമുക്കറിയാം, തൊടുവര എന്ന് പറഞ്ഞാൽ അതിനെ തൊട്ടിട്ടുള്ള വരയാണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ വരച്ച ഈ കറക്റ്റ് സെൻറ്ററിൽ ഇങ്ങനെ വെക്കുക. ഈ പോയിൻ്റാണ് ഇമ്പോർട്ടൻറ്റ്. എന്നിട്ട് ഒന്ന് ടൈറ്റാക്കി പിടിക്കുക. 2 അറ്റത്തും ഒരു പോയിൻ്റ് ഇടുക. 2 അറ്റത്തും ഒരു പോയിൻ്റ് ഇടുക. ഓക്കെ, എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു സ്കെയിൽ എടുത്തിട്ട് അത് വരക്കുക. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. കുറച്ച് നീട്ടി വരച്ചോളൂ കേട്ടോ, എത്രയും നീട്ടി വരക്കാൻ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നിങ്ങൾക്ക് കറക്റ്റ് തൊട്ടുനിന്ന് കാണാൻ പറ്റും. ഇതേ മെത്തേഡ് തന്നെ നിങ്ങൾ മറ്റു 2 സ്ഥലത്ത് യൂസ് ചെയ്യുക. സെയിം മെത്തേഡ്, വളരെ സിമ്പിളായുള്ള മെത്തേഡാണ്. ഈസി ആയിട്ട് 5 മാർക്ക് സ്കോർ ചെയ്യാം. 100% ഉറപ്പാണ് ഫുൾ മാർക്ക്. ഇവിടെയും ആ പോയിന്റ് അടയാളപ്പെടുത്തുക. എന്നിട്ട് ഇപ്പോൾ ചെയ്തതുപോലെ തന്നെ, ഒരു മാറ്റവും ഇല്ല. നമ്മൾ തൊടുവര വരയ്ക്കാൻ യൂസ് ചെയ്ത അതേ മെത്തേഡ് തന്നെയാണ്. നിങ്ങൾ എന്ത് ചെയ്യുക, ഇപ്പോൾ ചെയ്ത അതേ മെത്തേഡ്, ഒരു മാറ്റവും ഇല്ല. നിങ്ങൾക്ക് എന്താക്കാം,
ആ 2 പോയിന്റുകൾ ജോയിൻ ചെയ്യിപ്പിക്കാം. കുറച്ച് താത്തി വരക്കാം. സെയിം മെത്തേഡിൽ നമ്മൾ ഇവിടെയും യൂസ് ചെയ്യുന്നു. ആ 90 ഡിഗ്രി 90 ഡിഗ്രി 90 ഡിഗ്രി എടുത്തു. ഇവിടെയും ഈ 2 അറ്റത്തും കേട്ടോ. അപ്പോൾ നമുക്ക് ഇതുപോലെ നമുക്ക് എന്താക്കാൻ പറ്റും, ജോയിൻ ചെയ്യിപ്പിക്കാൻ പറ്റും. മാറിപ്പോയത് പോയിന്റുകൾ. അപ്പോൾ നമുക്ക് കാണാൻ പറ്റി മക്കളെ, ഇവിടെ ഈ ട്രയാങ്കിൾ നിങ്ങൾക്ക് കാണാൻ പറ്റി. ഉറപ്പിച്ചോളൂ, ഇവിടെയാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. ഇത് 90 ഡിഗ്രി അടയാളപ്പെടുത്തുക, 90 ഡിഗ്രി അടയാളപ്പെടുത്തുക. ഇത്ര ചെയ്താൽ ഫുൾ മാർക്കാണ്. ഇത് 130 ഡിഗ്രി ആയതുകൊണ്ട് ഈ കോൺ എന്ന് പറഞ്ഞാൽ 50 ഡിഗ്രിയാണ്. കാരണം ഇത് രണ്ടും കൂടി കൂട്ടിയാൽ 180 കിട്ടും. ഇത് 110 ആയതുകൊണ്ട് ഇത് 70 ഡിഗ്രിയാണ്. കാരണം ഇത് രണ്ടും കൂടി കൂട്ടിയാൽ 180 കിട്ടും. ഇത് 120 ആണെങ്കിൽ ഇത് 60 ആണ്. ഇതാണ് ആശയം എന്ന് പറയുന്നത്. 5 മാർക്ക് ഷുവറാണ്. ഇനി ഈ ചോദ്യം വന്നാൽ ഒരാൾ പോലും ചെയ്യാതിരിക്കരുത്. വെരി ഇമ്പോർട്ടൻറ്റ് ഫിഗർ. ഇത്ര വരച്ചിട്ട് ഇതൊന്ന് അടയാളപ്പെടുത്തിയാൽ മാത്രം മതി, ഫുൾ മാർക്കാണ്. സെറ്റല്ലേ? യെസ്, ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ് ഈ കാണുന്നത്. നിങ്ങളുടെ പരീക്ഷയ്ക്ക് ഇനി വരാൻ സാധ്യതയുള്ള ഒരു ചോദ്യം. ഓക്കെ, മോഡൽ എക്സാമിനൊക്കെ കണ്ടിട്ടുണ്ട് ഈ ചോദ്യം. ഇത്രേ ഉള്ളൂ. ആദ്യം തന്നെ ഒരു ട്രയാങ്കിൾ വരക്കണം. നമ്മൾ ഇതുവരെ റെക്റ്റാങ്കിൾ ഒക്കെ ആണ് ചെയ്തത്. അപ്പോൾ ട്രയാങ്കിൾ വരക്കണം. ആ ട്രയാങ്കിളിന്റെ നീളങ്ങൾ എന്തായിരിക്കണം? 4 സെന്റിമീറ്റർ, 5 സെന്റിമീറ്റർ, 6 സെന്റിമീറ്റർ ആയിരിക്കണം. അപ്പോൾ ഒരു ട്രയാങ്കിൾ വരക്കാൻ ഞാൻ പ്രത്യേകിച്ച് പഠിപ്പിക്കേണ്ട ആവശ്യമില്ല. എന്നാലും ഞാൻ പഠിപ്പിക്കുകയാണ്. 4 സെന്റിമീറ്റർ, 5 സെന്റിമീറ്റർ, 6 സെന്റിമീറ്റർ. അപ്പോൾ ഞാൻ ആദ്യം ആ വലിയ സൈഡ് അടിയിൽ എടുക്കുന്നു, 6 സെന്റിമീറ്റർ. ഓക്കെ, 6 സെന്റിമീറ്റർ എടുക്കുന്നു. ശേഷം 4 സെന്റിമീറ്റർ, 5 സെന്റിമീറ്റർ ഞാൻ സ്കെയിൽ വെച്ച് അടയാളപ്പെടുത്തുന്നു. ആദ്യം 5 സെന്റിമീറ്റർ എടുത്തു. അത് ഏതെങ്കിലും ഒരറ്റത്ത് നിന്ന്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള നിന്ന് എടുക്കാം. ഒരറ്റത്ത് നിന്ന് ഞാൻ 5 സെന്റിമീറ്റർ എടുക്കുന്നു. ശേഷം അടുത്ത 4 സെന്റിമീറ്റർ ആണ് കിട്ടേണ്ടത്. അതും ഞാൻ സ്കെയിൽ എടുത്തിട്ട് ഇതേപോലെ 4 സെന്റിമീറ്റർ അടയാളപ്പെടുത്തുന്നു. 4 സെന്റിമീറ്റർ. ഓക്കെ, കറക്റ്റ് എടുക്കുന്നു. എന്നിട്ട് മറ്റേ അറ്റത്ത് നിന്നും നമ്മൾ അതും കൂടി വരക്കുന്നു. ഇങ്ങനെയാണ് ഒരു ട്രയാങ്കിൾ വരക്കുക. നിങ്ങൾ പഠിച്ചതാണ്. അപ്പം നിങ്ങൾക്ക് എന്ത് കിട്ടും? ഈ ഒരു പോയിന്റ് കിട്ടി. നമ്മൾ അവിടേക്ക് ജോയിൻ ചെയ്യിപ്പിച്ചു. ഇത് ഇങ്ങോട്ടും ജോയിൻ ചെയ്യിപ്പിച്ചു. ഓക്കെ, നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് ജസ്റ്റ് വെരിഫൈ ചെയ്യാം. 4 സെന്റിമീറ്റർ ആണ്, 5 സെന്റിമീറ്റർ കറക്റ്റാണ്. അപ്പോൾ ട്രയാങ്കിൾ വരച്ചു. നിങ്ങൾക്ക് വേണമെങ്കിൽ അതൊന്ന് എഴുതി വെക്കാം. 6 സെന്റിമീറ്റർ, 5 സെന്റിമീറ്റർ, 4 സെന്റിമീറ്റർ. അടുത്ത ചോദ്യം എന്താണെന്ന് വെച്ചാൽ, ഇതിൻ്റെ ഉള്ളിൽ ഒരു വൃത്തം വരയ്ക്കണം. അന്തർവൃത്തം അഥവാ ഇൻ റേഡിയസ്. മക്കളെ, ഇൻ റേഡിയസ് എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളാണ്. ഇതുപോലെ 3 സൈഡുകൾ തന്നിട്ട് ഇൻ റേഡിയസ് വരക്കാൻ പറഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ടത് ഈ 3 കോണുകളുടെയും സമഭാജി വരക്കണം. അതിനുവേണ്ടി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു സ്ഥലത്ത് ഇങ്ങനെ ഒരു വര വരയ്ക്കാം. ഇഷ്ടപ്പെട്ട സ്ഥലത്ത് എവിടെയും വരക്കാം കേട്ടോ. ഓക്കെ, വരച്ചു എന്ന് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്നിട്ട് ഈ 2 പോയിന്റുകൾ തമ്മിൽ ജസ്റ്റ് ഒന്ന് ജോയിൻ ചെയ്യിപ്പിക്കാം. കൂട്ടിമുട്ടി ഈ 2 പോയിന്റുകൾ. എന്നിട്ട് സിമ്പിളാണ്. ഈ വരയുടെ ലംബ സമഭാജി, ഇപ്പൊ നമ്മൾ ഈ വരച്ച വരയുടെ ലംബ സമഭാജി പകുതിയിൽ അധികം എടുക്കുക. എന്നിട്ട് ഇവിടെ എവിടെയെങ്കിലും ഒരു വര വരയ്ക്കുക. കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ടാവും. അതേ അളവ് ഇവിടേക്കും കൊണ്ടുവരാം. അപ്പൊ അത് കൂട്ടിമുട്ടുന്ന ഒരു പോയിന്റ് കാണാം. അതൊന്ന് ജസ്റ്റ് ഈ ഈ ആംഗിളിന്റെ കറക്റ്റ് സെന്റർ വെച്ചിട്ട് ഒന്ന് വരച്ചാൽ മതി. ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണാൻ വേണ്ടി കുറച്ചുകൂടി സ്മൂത്ത് ആയിട്ടുള്ള ഒരു പെൻസിൽ എടുക്കുകയാണ്. നിങ്ങളിത് വരക്കണം, ഈ പെൻസിൽ തന്നെ എടുക്കണം നിർബന്ധമൊന്നുമില്ല. നിങ്ങൾ യൂസ് ചെയ്യുന്ന പെൻസിൽ എടുക്കാം. സെയിം മോഡൽ നമ്മൾ എന്ത് ചെയ്യുന്നു? ഇവിടേക്ക് യൂസ് ചെയ്യുന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ഒരു അളവ് എടുത്തിട്ട് ഇവിടേക്ക് ഒരു ആംഗിൾ വരക്കാം. കുറച്ച് വലുത് വരക്കാം. എന്നിട്ട് ഇതിൻ്റെ കറക്റ്റ് പകുതിയിലധികം എടുക്കുന്നു. എത്രയാവട്ടോ? പകുതിയിലധികം ഒരു ആർക്ക് വരക്കുന്നു. ആ സെയിം ആർക്ക് അതേ നീളത്തിൽ മാറാതെ ഇവിടേക്കും വരക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഒരു പോയിന്റ് കിട്ടി. അതും കൂടി ഞാൻ എന്താക്കുന്നു? ഇവിടെ ജോയിൻ ചെയ്യിപ്പിക്കുന്നു. ഇത് രണ്ടും കൂടി ടച്ച് ചെയ്യുന്ന ഒരു പോയിന്റ്. മൂന്നാമത്തേത് വരക്കണം നിർബന്ധമല്ല. വരച്ചാൽ നല്ലതാണ്, നിർബന്ധമല്ല. ഫുൾ മാർക്ക് കിട്ടും കേട്ടോ. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ ഒരു പോയിന്റ് വെച്ചിട്ട് ഇതാണ് ഇൻ സെന്റർ. ഏതെങ്കിലും ഒരു വശത്തെ നമ്മൾ ബേസ് ചെയ്യുന്നു. എന്നിട്ട് ഒരു പൊടിക്ക് താത്തിയിട്ട് ഒരു സർക്കിൾ വരയ്ക്കുന്നു. യെസ്, എൻ്റെ മോനെ പൊളി. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒരു പൊടി അങ്ങോട്ടോ ഇങ്ങോട്ടോ വരികയാണെങ്കിൽ, ഒരു ഇത്തിരി അങ്ങോട്ടോ ഇങ്ങോട്ടോ വരികയാണെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല മെത്തേഡ് എന്താണെന്നറിയോ? അതൊന്ന് കൂട്ടി കൊടുക്കുക എന്നതാണ്. ഓക്കെ, ചെറിയൊരു മാറ്റമാണെങ്കിൽ, വലിയൊരു മാറ്റമൊന്നും ആണെങ്കിൽ നിങ്ങൾ ചെയ്യരുത്. ചെറിയൊരു മാറ്റമാണെങ്കിൽ അതിനെ ഒന്ന് ഷെയ്ഡ് ചെയ്ത് കൊടുത്താൽ മതി. കാരണം നമ്മൾ ചെയ്യുന്ന വഴികളൊക്കെ കറക്റ്റാണ്.
അങ്ങനെ തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതാണ് ഫുൾ മാർക്കാണ്. ഇങ്ങനെ ചെയ്താലും ഫുൾ മാർക്കാണ്. സോ എല്ലാ രീതിയിലും നിങ്ങൾക്ക് ഫുൾ മാർക്ക് നേടിത്തരാൻ ഈ ഒരു ചിത്രം വരച്ചാൽ മതി, വേറൊന്നും വേണ്ട കേട്ടോ. സോ ഐഡിയ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇനി ഇതിൻ്റെ റേഡിയസ് കാണാൻ വേണ്ടിയിട്ട് നിങ്ങൾക്കൊന്ന് ഇവിടെ ഈ കറക്റ്റ് പോയിന്റിലേക്ക് ഒന്ന് ജോയിൻ ചെയ്യിപ്പിക്കാം. എന്നിട്ട് അതിൻ്റെ നീളം ഒന്ന് അളന്നിടാം. ഏകദേശം 1 സെൻറ്റിമീറ്റർ ആണുള്ളത്. സോ നിങ്ങൾക്ക് കറക്റ്റ് 1.5 കേട്ടോ. നിങ്ങൾ വരച്ച് നോക്കുക. ചെറിയൊരു പോയിന്റ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി എന്ന് വിചാരിച്ച് ഫുൾ മാർക്ക് നഷ്ടപ്പെടില്ല. വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ ആണ്. 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ. ഓക്കെ.